ഈ ലോകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതായി ഒന്നുമില്ല. ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്, ഓഡിയോ ഒരു ചെറിയ മോട്ടിവേഷനാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ഒന്നുമില്ല, അത് സത്യമാണ്. നമ്മളിങ്ങനെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു ഏജ് ഇങ്ങനെ കടന്നുകൊണ്ട് പോകുമ്പോൾ കുറേ എക്സ്പീരിയൻസ് ഒക്കെ ആകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ വൈകി പോവും മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോഴേക്ക് ചിലപ്പോൾ നമുക്ക് ചിലത് ചെയ്യാൻ പറ്റാത്തതാവും, അത് സാരമില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റതായിട്ട് ഒന്നുമില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല, നമുക്കൊരു ജോലി ചെയ്യണം, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അതിന് നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്കത് സ്വയം പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ യൂട്യൂബിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. നമുക്ക് അതിന് വേണ്ടി ഒരു രൂപ പോലും ചിലവാക്കണ്ട. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ്. അതിൽ ഒത്തിരി പേർക്ക് മനസ്സിലായി കാണും. നമ്മളിപ്പോൾ തന്നെ യൂട്യൂബിൽ കുറേ പ്രശ്നങ്ങളൊക്കെ കാണുന്നില്ലേ? റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സ്മൈലും ചെയ്തുകൊണ്ട് നമ്മുടെ പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല വീഡിയോസ് മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. കാരണം എന്താണ്? നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു അമ്മയമ്മയും മരുമോളും ആയിരിക്കുമ്പോൾ അവർ ചിലപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, നല്ല സന്തോഷമായിട്ടായിരിക്കും വീഡിയോ കാണിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ചെറിയ പ്രശ്നമില്ലാത്ത വീടുണ്ടോ? ആർക്കായാലും ഒരു ചെറിയ കുഞ്ഞു പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു ഹാപ്പി ഫേസ് ആണ്. നമ്മൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച വേറൊന്നുമല്ല, ഈ റിയൽ ലൈഫ് കണ്ടിട്ട് അവരുടെ പോലെ നമ്മൾ ആവണം, അല്ലെങ്കിൽ അതോ ആ അമ്മയും മരുമോൾ എന്ത് ഹാപ്പി ആയിട്ടാണ്, ആ ഹസ്ബൻഡ് വൈഫ് എത്ര ഹാപ്പി ആയിട്ടാണ്, അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, അങ്ങനെ കമ്പയർ ചെയ്യല്ലേ. അതല്ല തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫ് നമ്മുടെ രീതിയിൽ എങ്ങനെ ഹാപ്പി ആക്കാം, നമുക്ക് നമ്മളെ എങ്ങനെ ഹാപ്പി ആക്കി വയ്ക്കാൻ പറ്റും, ആ രീതി ചിന്തിക്കാനാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലൈഫിൽ ഒരിക്കലും ഒരാളുമായിട്ട് കമ്പയർ ചെയ്യല്ലേ. നമ്മുടെ ലൈഫ് ഒരു എന്താ പറഞ്ഞ അൺസർട്ടൈനാണ്. നമുക്കൊരിക്കലും അതിനെ നാളെ ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പല മാറ്റങ്ങൾ സഡനായിട്ടായിരിക്കും സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരാൾ ചിലപ്പോൾ ലൈഫിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും, സഡനായിട്ടായിരിക്കും അവരുടെ ലൈഫിൽ ഒരു സങ്കടം വരുന്നത്. അതേപോലെ തന്നെ പല കാര്യങ്ങളും വരുന്നത് അൺസർട്ടൈൻ ആണ്. നമുക്ക് ഇങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഉള്ള ലൈഫ് ഇന്നത്തെ ദിവസമാണെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കണം. നമ്മൾ എത്ര ഹാപ്പി ആയിട്ട് ഇരുന്നാൽ നമ്മുടെ അത്ര ഹാപ്പി ഹോർമോൺ റിലീസ് ആവും. നമുക്ക് ഇതിനിപ്പോൾ വെയിറ്റ് ലോസിന് പ്രശ്നമുണ്ട്, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് അതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പം നമുക്ക് നാളത്തെ ടെൻഷൻ ഇപ്പോഴേ എടുക്കണ്ട. നമുക്ക് ആ ഒരു ടെൻഷൻ മാറ്റി വെച്ചിട്ട് ഇപ്പോഴത്തെ കാര്യം ചിന്തിച്ചിട്ട് ഇപ്പോഴും നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം. അങ്ങനെ എന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇപ്പം നാളെ ഒരു ചെറിയ പ്രശ്നം സംഭവിക്കാൻ പോവുകയാണ്, നമുക്ക് ബാഡ് എന്തെങ്കിലും ആകാൻ പോവുകയാണ്, അതായിരിക്കും. അങ്ങനെ ആണെങ്കിൽ അതായിരിക്കും. അതിനു വേണ്ടി നമ്മൾ ചിന്തിക്കുന്ന എന്തിനാണ്? ചിലപ്പോൾ അത് ബാഡ് ആവില്ല, ചിലപ്പോൾ നമുക്ക് അത് കാരണം ഒരു ഗുഡ് ആവാനും ചാൻസ് ഉണ്ടല്ലോ. അയ്യോ അല്ല, നാളെ ഇങ്ങനെ സംഭവിക്കും, എനിക്കിങ്ങനെ സംഭവിക്കും, അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമുക്കത് സംഭവിക്കുന്നത്. നമുക്ക് നാളെ പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് കാര്യം സംഭവിക്കും. നമ്മളത് മാറ്റിയെടുക്കണം. നമ്മുടെ മൈൻഡ്, നമ്മൾ തിങ്കിങ് ചെയ്യുന്ന രീതി, അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. ഇപ്പോൾ എപ്പോഴും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നില്ല. നിങ്ങൾ ഒരാളെ തീർച്ചയായിട്ടും ഒരു 100% അവരെൻ്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് വിശ്വസിച്ച് ജീവിക്കല്ലേ. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി, നിങ്ങളുടെ ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കി എങ്ങനെയാണ് റെഗുലറായിട്ട് ചെയ്യുന്നത് അതേപോലെ ചെയ്യുക. കാരണം നാളെ നമുക്ക് എന്താ സംഭവിക്കാം, നമുക്കൊന്നും അത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു മൊമെൻറ്റിൽ ഹാപ്പി ആയിട്ട് വയ്ക്കാം. അതേപോലെ തന്നെ നമ്മുടെ ദേഷ്യം നമ്മൾ കുട്ടികളോട് കാണിക്കല്ലേ. നമ്മുടെ ദേഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റും, അമ്മമാരാകുമ്പോൾ അവർക്ക് കുറേ സ്ട്രെസ്സും കാര്യങ്ങളുണ്ട്. എല്ലാവരും പറയും വീട്ടിൽ ഇരിക്കുകയാണ്, വേറെ പണിയൊന്നുമില്ലല്ലോ, പിന്നെ എന്താണ് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല. ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സോ അങ്ങനത്തെ പല സ്ട്രെസ്സും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ കാണും. പക്ഷേ അത് നമ്മൾ ഒരിക്കലും നമ്മുടെ പിള്ളേരോട് കാണിക്കല്ലേ. അവർക്ക് ആ വിഷമം താങ്ങാൻ പറ്റില്ല. അവർ ചിലപ്പോൾ അത് മനസ്സിൽ തന്നെ വയ്ക്കും. അത് ചിലപ്പോൾ അവർക്ക് വലിയൊരു ട്രോമയായി മാറും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ദേഷ്യം വല്ലതും വരുവാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ
കാമായിട്ടിരിക്കാൻ നോക്കുക. ഒരു 10 സെക്കൻഡ് മിണ്ടാതിരിക്കാൻ നോക്കുക. ചിരിച്ചുകൊണ്ട് ജസ്റ്റ് സ്മൈൽ കൊടുത്തുകൊണ്ട് മിണ്ടാതിരിക്കുക. കുട്ടികളോട് ദേഷ്യം കാണിക്കാതെ അവരെ കൊണ്ടുവന്ന് താഴെ കൊണ്ടുപോവുക, ഒരു വാക്കിന് കൊണ്ടുപോയിട്ട് ആ രീതിയിൽ പതുക്കെയൊക്കെ നിങ്ങളുടെ ദേഷ്യം ഒന്ന് മാറ്റി കുട്ടികളോട് ഒരിക്കലും ദേഷ്യം കാണിക്കാതിരിക്കുക. ഇപ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ നമുക്കത് പറയാം, 2-3 പ്രാവശ്യം സ്നേഹത്തോട് പറയാം. നെക്സ്റ്റ് ടൈം നമുക്ക് ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ട് പറയണം, പക്ഷെ ഒരിക്കലും ഷൗട്ട് ചെയ്യല്ലേ. ഇപ്പോൾ ആരോടും അഭിപ്രായം ചോദിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ സാരമില്ല, നിങ്ങൾ സ്വയം ചിന്തിക്കുക. നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റും, നമുക്ക് എങ്ങനെ ഇച്ചിരി കൂടി കുട്ടികളോട് സോഫ്റ്റ് ആവാൻ പറ്റും, നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും, ഇത് നമ്മൾ തന്നെ തിങ്ക് ചെയ്യണം. ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അല്ലെങ്കിൽ ഒരു കണ്ണാടി നോക്കി നമ്മൾ തന്നെ നമ്മുടെ പറ്റി സംസാരിച്ച് ഇതെങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാമെന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. നമുക്കത് പറ്റും, നമുക്ക് പറ്റത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമുക്ക് വേറെ ഒരാളുടെ അഭിപ്രായം വേണ്ട, നമ്മൾ സ്വയം ചിന്തിക്കുക. എനിക്ക് ഈ ഒരു കാര്യം മാറ്റിയെടുക്കണം, ഞാൻ അതിന് എന്ത് ചെയ്യണമെന്ന്. എൻ്റെ കുട്ടികളോട് ഞാൻ ഇങ്ങനെയാണ് ദേഷ്യം വരുമ്പോൾ ചെയ്യുന്നത്, ഇത് ഞാൻ എങ്ങനെ മാറ്റിയെടുക്കണം. നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ കുഞ്ഞുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ ബിഹേവ് ചെയ്താൽ നമുക്ക് എങ്ങനെ തോന്നും, നമുക്ക് എത്ര വിഷമം തോന്നും. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ കുട്ടികളോട് ഷൗട്ട് ചെയ്യാൻ നമുക്ക് തോന്നില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നുമായിരിക്കും, പക്ഷേ പിന്നെയും നമുക്ക് പതുക്കെ സോഫ്റ്റായിട്ട് പതുക്കെ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പതുക്കെ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ രീതി ചിന്തിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടോ? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.